ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഒരു മുട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ. ഞാനല്ല ഹൗസ് ഞാനും കൂടി ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ പറയണില്ല. ഞാൻ ഇപ്പോൾ മസാല ആക്കി വെച്ചിരിക്കുകയാണ്. അതാണ് മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഉള്ളി ഇടുക, കുറച്ച് ഉപ്പിടുക, പിന്നെ ഇഞ്ചി ഇടുക, പച്ചമുളക് ഇടുക, ചെറിയ ചെറിയായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് അതിലിപ്പോൾ ഈ മഞ്ഞങ്ങൾ കാണില്ലേ, അത് മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ. മുട്ട നമ്മൾ എന്തായി പുഴുങ്ങി വെച്ചിട്ട് എന്താ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. എനിക്കെന്താ പറയുക, തണുപ്പുള്ളതുകൊണ്ട് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ മാസ്ക് ഇട്ടിട്ടൊക്കെയാണ് എടുക്കൽ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ മാസ്ക് ഇട്ടാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മുട്ടയപ്പം ആക്കണ വീഡിയോ ആണ് ഇനി ഞാൻ ചെയ്യാൻ പോണത്. ഹൗസ് അവിടെ ഉണ്ട്, വായിക്കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് അവളെ വിളിക്കാതെ. അപ്പോൾ അവൾക്ക് നാളെ പ്രൊജക്റ്റ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം, അതിനിടയിൽ ഹൗസ് വരും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൽ നിറയ്ക്കണതാണ്. നിറച്ച് മാവിൽ നിറയ്ക്കും, എണ്ണ കഴിക്കും, എൻ്റെ മാവിൽ മുക്കും, എണ്ണയിലിടും. ഇതാണ്. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ ഇതിലേക്ക് മാവ് ഇങ്ങനെ നിറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിറയ്ക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ നിറക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് അമർന്ന് നിൽക്കും, പുറത്തോട്ട് അങ്ങനെ ചാടൂല. അപ്പം ഇങ്ങനെ ചെയ്യണം നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കും. മുട്ടയിലെ മസാല നിറച്ച് കഴിഞ്ഞു. അപ്പോൾ അമ്മ ആക്കിയ മസാല ഒരു തുള്ളി പോലും ബാക്കിയില്ല, പിന്നെ ഒരു മുട്ടയിലും നിറയാനും ബാക്കിയില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. ഒരു മുട്ടയിലും നിറയാൻ ബാക്കിയില്ല, അതേപോലെ തന്നെ ഒരു മസാലയും ബാക്കിയുമില്ല. അമ്മ അങ്ങനെ കറക്റ്റ് അളവിനാണ് കേട്ടോ ആക്കിയത്. ഇപ്പോൾ അമ്മ അടുത്ത മസാല അല്ല, ഇതെന്താ അമ്മ? ഇത് ആ മുട്ട പൊഴിഞ്ഞ് മസാല ആക്കിയത് ഇതിലാണ് മുക്കിയിട്ട് എണ്ണയിലിടുന്നത്. അതിൻ്റെ ഒരു ഇതെന്താ ഇതിലിട്ടിട്ടുള്ളത്? ഇത് മൈദപ്പൊടിയാണ്. ഞാൻ മൈദപ്പൊടി സാധാരണ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ ദോശമാവ് എൻ്റെ ബാക്കി ഉണ്ടാവൂലേ, അതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവും, ഇത് കുറച്ച് പതമ്പതായിരിക്കും. അപ്പോൾ അതിപ്പോൾ മാവില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ കൊണ്ട് ചെയ്യും. അപ്പോൾ എണ്ണ ചൂടായിരിക്കുകയാണ്. അമ്മ ഇനി മുട്ട അതിലേക്ക് ആ മൈദ മാവിലേക്ക് മുക്കിയിട്ട് ഇതിലേക്ക് ഇടും. അപ്പോൾ നമുക്കത് നോക്കാം. ഇതാ ഇതേപോലെയാണ് കേട്ടോ. മുട്ട എടുത്തു, അതിലിട്ടത് ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നല്ലേ. ദൂരെ നിൽക്കണം, ഇതിട്ട് കഴിഞ്ഞാൽ ഹൗസ് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോളും. ഓക്കെ. അപ്പോൾ അമ്മ ഇടാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ അമ്മ, ഞാൻ പോന്നേ. അമ്മ എന്താ അമ്മ യുദ്ധത്തിന് നിൽക്കുന്നയാ? അതായത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഇതിങ്ങനെ ബും എന്നാണ് പൊട്ടും, മുഖത്തൊക്കെ തെറിക്കും. നല്ല ഇവിടെ പാടുണ്ടല്ലോ, ഇവിടെ ഒരു കറുപ്പ്, അത് എണ്ണ തെറിച്ചതായിരുന്നു. എണ്ണ തെറിച്ചിട്ട് കറുത്ത പാട് വന്ന് അങ്ങനെ കയ്യിൽ എല്ലാം തെറിച്ച് കഴിഞ്ഞാൽ ആവും. അപ്പോൾ അത് ഭയങ്കര ശ്രദ്ധിക്കണം. ഇത് കുട്ടികളൊന്നും പാചകം ചെയ്യരുത്, ഇങ്ങനത്തെ വലിയവർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇത് തിന്നാൻ. അതാ നമ്മുടെ എന്താ പേര്? മുട്ടയപ്പം. മുട്ടയപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ കുറച്ചുകൂടെ വേണമായിരുന്നു, ഞാൻ അത്ര മതി, തിരിച്ചിടുമ്പോൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ ആദ്യത്തെ റൗണ്ട് മുട്ടയപ്പം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതാ പാത്രത്തിലേക്ക് വീണു. അപ്പോൾ അങ്ങനെ അമ്മ അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത സെറ്റാണ്. അപ്പോൾ നമുക്ക് ദൂരത്തേക്ക് കാല് മാറ്റിയിട്ട് നിൽക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓടാൻ നിക്കണത് ഹൗസ് പൊട്ടണുണ്ടല്ലേ ഇപ്പൊ പറഞ്ഞിട്ട്. അത്
പറഞ്ഞിട്ട് കൊടുത്തു. അതാ ലാസ്റ്റത്തെ ഐറ്റമാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് മാവ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാനാ പാടുള്ളൂ, മുക്കിയെടുക്കരുത് കേട്ടോ. ഒറ്റക്കൈയോട് ചെയ്യണോണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. ഇത് ചെയ്തിട്ട് ഇത് ഞാൻ മെല്ലെ ഇടാം. നമ്മുടെ ലാസ്റ്റത്തെയും കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സൈഡ് പ്രശ്നമില്ല കേട്ടോ, നമ്മൾ തിരിച്ചിടുമ്പോൾ റെഡി ആയിക്കോളും. അങ്ങനെ ഇതാ 5 മുട്ട, പക്ഷേ ഇതിനകത്ത് 9 തന്നെ ഉള്ളൂ. ഒരെണ്ണം ഞാൻ തിന്നു ടേസ്റ്റ് ഒക്കെ നോക്കാൻ വേണ്ടി. അപ്പം നോക്കിയനി ആവൂസിനും പിള്ളേർക്ക് കൊണ്ടുകൊടുക്കാം. ഷീക്കൂസ് ഒന്നും ഉടുപ്പിട്ടില്ല, അതുകൊണ്ട് അവനൊന്നും ഞാൻ കാണിക്കൂല കേട്ടോ. ട്രൗസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ഹലോ ഗായ്സ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇത് ഷീക്കുവിൻ്റെ ഇതാണ് പ്രൊജക്റ്റ്. ആവൂസ് ഡയറി ഭയങ്കര അച്ഛൻ വാങ്ങിക്കൊടുത്ത ഡയറി, പുതിയ ഡയറി. എന്താണ് എഴുതുന്നത്? എന്റെ മാരേജ് കുറെ ഡെക്കറേഷൻ ആക്കുന്നത്. രാജി നിന്നെ കാണിക്കണ ഷർട്ട് ഇടാതെ? കുഴപ്പമില്ലല്ലേ, കാണിക്കാന്ന് വിചാരിക്കണം. അപ്പം ഇവരെ എക്സ്പ്രഷൻ നമുക്ക് കാണിക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഉദ്ഘാടനം ചെയ്യാൻ പോണേ മുട്ടയപ്പം അറ്റാക്ക്. രാജി നീ എന്തരം മൈക്കില്ലായിരിക്കണേ? കൊണ്ടൊക്കെ മോനെ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടെന്ന് പറയൂ. ചൂടല്ല, എങ്ങനെയുണ്ട്? മൈദ നീ അല്ല മൈദ വേണം, നന്ന മൈദ. അടിപൊളിയാ. ഫാൻ ഉണ്ടാ സൗണ്ട് കിച്ച്. അപ്പൊ ഇനി എനക്ക് എന്തെല്ലാം പണിയുണ്ടോ? ഇനി എനക്ക് കറിയാക്കാനുണ്ട്, മീൻ പൊരിക്കാനുണ്ട്, ഇതെല്ലാം ഇനി അടുത്ത പണി എടുക്കാനുണ്ട്. അപ്പൊ സമയം എത്ര ആയത്? 8:30 ചോറ് കിട്ടണം. കണ്ടാ, ഇതാണ് ഞാൻ ഇവിടെ നോൺ സ്റ്റോപ്പ് പണി ഈ വീട്ടിൽ. ഞാൻ നോൺ സ്റ്റോപ്പ്. എനിക്ക് എന്നാണെന്ന് ഒരു ലീവ് കിട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് പോണ്. നിങ്ങൾക്ക് ഓക്കെ അല്ല? ഇപ്പോൾ കുഴപ്പമില്ലല്ലേ ഭക്ഷണം എന്നാൽ? അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.